തൂമഞ്ഞു വീണ വഴിയേ വെൺതൂവൽ വീശുമഴകേ ഇനി എന്നുമെന്നും ഇതുപോലെ നമ്മൾ കനവാർന്ന സ്നേഹമഴയാ തൂമഞ്ഞു വീണ വഴിയേ വെൺതൂവൽ വീശുമഴകേ സാന്ധ്യമേഘം ചൂടി നിൽക്കും ദൂരെ ശാരോൻ പ്രണയവനിൽ സാന്ധ്യമേഘം ചൂടി നിൽക്കും ദൂരെ ശാരോൻ പ്രണയവനിൽ മാലാഖമാർ വരും വഴി താരയിൽ കണ്ടിന്നു ഞാൻ ആരും തൊഴും പൊൻതാരമായി മാലാഖമാർ വരും വഴി താരയിൽ കണ്ടിന്നു ഞാൻ ആരും തൊഴും പൊൻതാരമായി മെല്ലെ മെല്ലെ എന്തോ ചൊല്ലും കാമനകൾ തൂമഞ്ഞു വീണ വഴിയേ വെൺതൂവൽ വീശുമഴകേ പിന്നിലാവിൻ ഹൃദയമരുവിൽ തളിരണിഞ്ഞു കനകലതകൾ പിന്നിലാവിൻ ഹൃദയമരുവിൽ തളിരണിഞ്ഞു കനകലതകൾ പ്രേമാമൃതം തരും ഇളം ചുണ്ടിൽ തേനൂറുമാറും പനീർ പുഞ്ചിരികൾ പ്രേമാമൃതം തരും ഇളം ചുണ്ടിൽ തേനൂറുമാറും പനീർ പുഞ്ചിരികൾ വരൂ പ്രിയേ ഉള്ളിൽ കൊഞ്ചും പൈങ്കിളിയായി തൂമഞ്ഞു വീണ വഴിയേ വെൺതൂവൽ വീശുമഴകേ ഇനി എന്നുമെന്നും ഇതുപോലെ നമ്മൾ കനവാർന്ന സ്നേഹമഴയാ തൂമഞ്ഞു വീണ വഴിയേ വെൺതൂവൽ വീശുമഴകേ मैं ज़मीं तू आसमां मैं दाग हूँ तू चांद सा तू बारिश है मेरे तू हूँ मैं धुन कोई तू राग सा मैं ज़मीं तू आसमां मैं दाग हूँ तू चांद सा तू बारिश है मेरे तू हूँ मैं धुन कोई तू राग सा मैनू अपना बना ले मेरी
പ്രത്യേകിച്ച് ഞങ്ങൾ ഇന്നത്തെ ദിവസത്തെ അവിടെ അറിയുന്നു. ദൈവമേ, ഏതാനും മാസങ്ങൾക്ക് മുമ്പ് അങ്ങ് ഒരുക്കി വെച്ചിരിക്കുന്ന ഈ വിവാഹ ചടങ്ങിലേക്ക് ഉദാശയിലേക്ക് പോകുവാൻ ഒരുങ്ങുന്ന നിമിഷം ദൈവം പ്രത്യേകിച്ച് ജോലിയെ സമർപ്പിക്കുന്നു. അവന് വേണ്ടി അവിടുന്ന് തിരഞ്ഞെടുത്ത ജീവിത പങ്കാളിയെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ 2 കുടുംബാംഗങ്ങളെയും സമർപ്പിക്കുന്നു. ദൈവമേ, അങ്ങയുടെ കാരണേ ഞങ്ങൾക്ക് ഉണ്ടാകണമേ. അങ്ങയുടെ സമാധാനവും ശാന്തിയും ഞങ്ങൾക്ക് നൽകണമേ. ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും അങ്ങയുടെ അനുഗ്രഹം ഉണ്ടാകണമേ. ഞങ്ങളെ എല്ലാം തരത്തിൽ അങ്ങനെ നടന്നാലും അങ്ങ് ഞങ്ങളെ കൈവിടുകയില്ല ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ കുറവുകളും പോരായ്മകളും ബലഹീനതകളും എല്ലാം അവിടുന്ന് ഏറ്റെടുത്തുകൊണ്ട് ഈ നിമിഷം ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവമേ, ഞങ്ങളെ ദേവാലയത്തിലേക്ക് പോകുന്ന നിമിഷം അവിടുന്ന് അറിയുന്നു. ഞങ്ങൾ പോകുന്ന യാത്രയിൽ വാഹനം ഓടിക്കുന്ന മക്കളെയും അതുപോലെ ഈ നിമിഷം ഞങ്ങൾക്ക് വീണ്ടും കാണുവാൻ സാഹചര്യമൊരുക്കി തരുന്ന ഈ വീഡിയോ ഈ ഫോട്ടോയും സഹോദരങ്ങളെ സമർപ്പിക്കുന്നു. ഞങ്ങളെല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. നിത്യപിതാവും പുത്രനും ഭാര്യമാരെ നിങ്ങൾ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കും. വചനം അനുസരിക്കാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വാക്കുകൊണ്ടല്ല കൊണ്ട് വിശ്വാസത്തിലേക്ക് അനയിക്കാൻ ഭാര്യമാർക്ക് കഴിയും. അവർ നിങ്ങളുടെ ആദരപൂർവ്വവും നിഷ്കളങ്കവുമായ പെരുമാറ്റം കാണുന്നത് മൂലമാണ് ഇത് സാധ്യമാവുക. ബാക്കി മോടികളായ പിന്നിയ മുടിയോ സ്വർണ്ണാഭരണമോ വിശേഷ വസ്ത്രങ്ങളോ അല്ല നിങ്ങളുടെ അലങ്കാരം. പിന്നെയോ ദൈവസന്നിധിയിൽ വിശിഷ്ടമായ സമയവും ശാന്തവുമായ ആത്മാവുമാവുന്ന അനുശ്വരത്നം അണിഞ്ഞ ആന്തരിക വ്യക്തിത്വമാണ്. ദൈവത്തിൽ പ്രത്യാശ വച്ചിരുന്ന വിശുദ്ധ സ്ത്രീകൾ മുമ്പ് പ്രകാരം തങ്ങളെ തന്നെ അലങ്കരിക്കുകയും തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് വിധേയരാകുകയും ചെയ്തിട്ടുണ്ട്. സാറ അബ്രാഹത്തെ നാഥ എന്ന് വിളിച്ചോട് അനുസരിച്ചിരുന്നതോ നന്മ ചെയ്യുകയും ഒന്നിനെയും ഭയപ്പെടാതിരിക്കുകയും ചെയ്താൽ നിങ്ങൾ അവരുടെ മക്കളാകും. നിങ്ങൾ തന്നെ ഭർത്താക്കന്മാരെ നിങ്ങൾ വിവേകത്തോടെ നിങ്ങളുടെ ഭാര്യമാരോട് ജീവിക്കുകയും സ്ത്രീ ബലഹീന പാത്രമാണെങ്കിലും ജീവദായകമായ കൃത്യക്ക് തുല്യാവകാശി എന്ന നിലയിൽ അവരുടെ ബഹുമാനം കാണിക്കുകയും ഇത് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് തടസ്സം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ്. എന്റെ യേശുനാഥനേ, എന്റെ ആത്മനാഥനേ, വന്നാലും വാനോളം മിഴികളിതാ തിരഞ്ഞു. എന്റെ യേശുനാഥനേ, എന്റെ ആത്മനാഥനേ, താഴെ ഭൂവിൽ വന്നാലും തേടി നിൽക്കൂ കോടികൾ. എന്റെ യേശുനാഥനേ, എന്റെ ആത്മനാഥനേ, താഴെ ഭൂവിൽ വന്നാലും തേടി നിൽക്കൂ കോടികൾ. തേൻ വിളയുന്നൊരു We can rewrite the story. Tonight we're forever young. Yeah, tonight we're forever young. Through the pain and the heartaches, there's still love for everyone. There's still love for everyone. Hey, would you believe me if I said we are here for a reason now? This is our life, this is what counts, this is
വന്നു കാതിൽ പറഞ്ഞു, നീ എന്നുമെന്നും എന്റേതു മാത്രം. ഉരുകുമെന്നിശ്വാസമായി ഉയിരിനെ പുൽകിടുമോ? എൻ മൗനങ്ങൾ തേടും സംഗീതമേ, ഈ കണ്ണുകളിൽ നീയാണു ലോകം. ഈ കാതുകളിൽ നീയാണു രാഗം. ഉരുകുമെന്നിശ്വാസമായി ഉയിരിനെ പുൽകിടുമോ? എൻ മൗനങ്ങൾ തേടും സംഗീതമേ. ചെഞ്ചുണ്ടത്തോടിച്ചോ ചെറുവാൽ കിളിയേ, നെഞ്ചൊന്നു പിടച്ചോ പറയൂ പതിയെ, മഞ്ചാടിക്കൊമ്പത്താരെ ഇണക്കിളിയേ, ഇന്നാലും ചൊല്ലി ചൊല്ലി അടുത്തതല്ലേ. ചെഞ്ചുണ്ടത്തോടിച്ചോ ചെറുവാൽ കിളിയേ, നെഞ്ചൊന്നു പിടച്ചോ പറയൂ പതിയെ, മഞ്ചാടിക്കൊമ്പത്താരെ ഇണക്കിളിയേ, ഇന്നാലും ചൊല്ലി ചൊല്ലി അടുത്തതല്ലേ. മിഴിവാതിൽ ചാരും നാണം പതിയെ ഞാൻ തടുകവേ, ഇനി നീയുണ്ടെന്നും കൂടെ നിലവേകാൻ തിങ്കളെ. ഒരു ചെറുനോവും ചിരിയാക്കി എൻ പാതിമയായി, ഓരോ രാവും പകലാക്കി നേരിൻ മോഹവയിലായി. ഇവനിലായി ചേരുന്നു നീ, മുറിവേഴ കൈരേഖ പോ. കൺചിമ്മാതെ കാക്കാമെന്നോമലേ, ഈ നീലമിഴിയഴങ്ങളിൽ ഞാൻ. ഓ വീണലിഞ്ഞു പോകുന്നു താനേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന്റെ സ്തുതിയും, അത്യുന്നതങ്ങളിൽ ദൈവത്തിന്റെ സ്തുതിയും, അത്യുന്നതങ്ങളിൽ ദൈവത്തിന്റെ സ്തുതിയും. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനം പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേയുടേതാകുന്നു. ആമേൻ. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. കർത്താവെ, ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും അങ്ങാകുന്നു. അങ്ങയുടെ പുരോഹിത ജനം എന്ന നിലയിൽ അങ്ങേക്ക് ആരാധനാ സ്തുതികൾ അർപ്പിക്കുവാനും ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെ നാഥ എന്നേക്കും. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥാ, വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാം ഉദ്ധാനം നീ അരുളുന്നു. അക്ഷയമവരുടെ ആത്മാവിൽ ഉത്തമ രക്ഷയുമേകുന്നു. സമാധാനം നമ്മോടുകൂടെ.
കാരണവാനായ ദൈവമേ, അങ്ങയുടെ അനന്തമായ കാരണത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. മനുഷ്യവംശത്തിന് വേണ്ടി പ്രപഞ്ചത്തെ അത്ഭുതകരമായതും ക്രമപ്പെടുത്തി അങ്ങയുടെ പരിപാലനയുടെ കരങ്ങൾ ഓരോ പ്രഭാവത്തിലും ഞങ്ങളെ വിളിച്ചുണർത്തുന്നു. ഓരോ ദിവസം അങ്ങയുടെ സ്തുതികീർത്തനങ്ങൾ ആരംഭിച്ച് നന്ദിയുടെ കീർത്തനങ്ങൾ അവസാനിപ്പിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിന്റെയും നാഥ എന്നേക്കും. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, നിൻ കൃപ ഞങ്ങൾ കേൾക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. സർവശക്തനായ ദൈവമേ, മനുഷ്യനെ സകല ജീവജാലങ്ങൾക്കും ഉപരിയായി അങ്ങ് സൃഷ്ടിച്ചുവല്ലോ. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, അവന് ചേർന്ന് ഇണയെ ഞാൻ നൽകും എന്നരുൾ ചെയ്ത ജീവിത സഖിയെ നൽകി അങ്ങ് ആദ്യം അവരെ ആശീർവദിക്കുകയും ചെയ്തു. ഇന്ന് ഞങ്ങളുടെ മകൾ വിവാഹാന്തസ്സിലേക്ക് പ്രവേശിക്കാൻ ദേവാലയത്തിലേക്ക് പോവുകയാണ്. വളരെയേറെ ചിന്തിച്ചും പ്രാർത്ഥിച്ചും തിരഞ്ഞെടുത്ത ആ ദൈവവിളിയിൽ ജീവിതാന്ത്യം വരെ തുടരുവാൻ കർത്താവെ ഈ മകളെ സഹായിക്കണമേ. സകലത്തിന്റെയും നാഥ എന്നേക്കും. ഉൽപ്പത്തി പുസ്തകത്തിനുള്ള വായന. ദൈവമായ കർത്താവ് അരുൾ ചെയ്തു, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, അവന് ചേർന്ന ഇണയെ ഞാൻ നൽകും. ദൈവമായ കർത്താവ് ഭൂമിയിലെ സകല മൃഗങ്ങളെയും ആകാശത്തിലെ സകല പക്ഷികളെയും മണ്ണിൽ നിന്ന് രൂപപ്പെടുത്തി. അവയ്ക്ക് മനുഷ്യൻ എന്ത് പേരിടുമെന്ന് അറിയാൻ അവിടുന്ന് അവയെ അവൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു. മനുഷ്യൻ വിളിച്ചത് അവയ്ക്ക് പേരായി തീർന്നു. എല്ലാ കന്നുകാലികൾക്കും ആകാശത്തിലെ പറവകൾക്കും വയലിലെ മൃഗങ്ങൾക്കും അവൻ പേരിട്ടു. എന്നാൽ തനിക്കിണങ്ങിയ തുണയെ കണ്ടില്ല. അതുകൊണ്ട് ദൈവമായ കർത്താവ് മനുഷ്യനെ ഗാഢനിദ്രയിലാക്കി. ഉറങ്ങിക്കിടന്ന അവൻ്റെ വാരിയലുകളിൽ നിന്ന് ഒന്നെടുത്തതിന് ശേഷം അവിടെ മാംസം കൊണ്ട് മൂടി. മനുഷ്യനിൽ നിന്ന് എടുത്ത വാരിയലുകൊണ്ട് അവിടുന്ന് ഒരു സ്ത്രീക്ക് രൂപം കൊടുത്തു. അവളെ അവൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു. അപ്പോൾ അവൻ പറഞ്ഞു, ഒടുവിൽ ഇതാ എൻ്റെ അസ്ഥിയിൽ നിന്ന് ഉള്ള അസ്ഥിയും മാംസത്തിൽ നിന്നുള്ള മാംസവും. നരനിൽ നിന്ന് എടുക്കപ്പെട്ടതുകൊണ്ട് നാരി എന്ന് ഇവൾ വിളിക്കപ്പെടും. അതിനാൽ പുരുഷൻ മാതാപിതാക്കളെ വിട്ട് ഭാര്യയോട് ചേരും, അവർ ഒറ്റ ശരീരമായി തീരും. പുരുഷനും അവൻ്റെ ഭാര്യയും നഗ്നനായിരുന്നു, എങ്കിലും അവർക്ക് ലജ്ഞ തോന്നിയില്ല. വിവാഹാർത്ഥിയോട് ചേർന്ന് കർത്താവെ ഈ മകളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ക്രൈസ്തവ കുടുംബത്തിൽ ജനിക്കുവാനും ക്രൈസ്തവാന്തരീക്ഷത്തിൽ വളരുവാനും ഈ മകളെ അനുവദിച്ച ദൈവമേ, കുടുംബത്തിൽ നിന്ന് ലഭിച്ച ക്രൈസ്തവ വിശ്വാസം നിലനിൽക്കാനുള്ള കൃപ ഈ മകൾക്ക് നൽകണമേ. ഈ മകളെ വളർത്തി വലുതാക്കിയ മാതാപിതാക്കളെയും ഒരുമിച്ച് കളിച്ച് വളർന്ന സഹോദരങ്ങളെയും അനുഗ്രഹിക്കണമെന്നും അവരോടുള്ള സ്നേഹാദരവുകളിൽ ഈ മകളെ നിലനിർത്തണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിവാഹം എന്ന കൂതാശയിലൂടെ ഈ മകളുടെ ജീവിതത്തിലേക്ക് ഐശ്വര്യവും നന്മയും നിറയുവാൻ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും വിശുദ്ധാത്മാവിനെ സമർപ്പിക്കാം. കർത്താവിന് ഭയപ്പെടുകയും അവിടുത്തെ വഴികളിൽ നടക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ. നിന്റെ അധ്വാന ഫലം നീ അനുഭവിക്കും, നീ സന്തുഷ്ടയായിരിക്കും, നിനക്ക് നന്മ വരും. നിന്റെ ഭാര്യ ഭവനത്തിൽ ഫലസമൃദ്ധമായ മുന്തിരി പോലെയായിരിക്കും, നിന്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും സൈറ്റുമുളകൾ പോലെയും. കർത്താവിന്റെ ഭക്തൻ ഇപ്രകാരം അനുഗ്രഹീതനാകും. കർത്താവ് സിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കട്ടെ. നിന്റെ ആയുഷ്കാലം അത്രയും നീ ജെറുസലേമിന്റെ ഐശ്വര്യം കാണും. മക്കളെ കാണാൻ നിനക്ക് ഇടവരട്ടെ. ഇസ്രായേലിന് സമാധാനം ഉണ്ടാകട്ടെ. പിതാവിനും പുത്രനും വിശുദ്ധാത്മാവിനും സ്തുതി. ആമേൻ. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. വിവാഹം എന്ന കൂതാശ സ്വീകരിക്കാൻ ഈ ഭവനത്തിൽ നിന്നും പുറപ്പെടുന്ന സിബിളിയേച്ചിനെ ആശീർവദിക്കണമേ. വിശുദ്ധിയിലും സന്തോഷത്തിലും സമാധാനത്തിലും ഇവരുടെ കുടുംബജീവിതം പൂർത്തീകരിക്കണമേ. സഭ ക്രിസ്തുവിന് കീഴ്പ്പെട്ടിരിക്കുന്ന പോലെ പരസ്പരം സ്നേഹിക്കുന്ന, വിശ്വസ്തത പുലർത്തുന്ന, താങ്ങും തണലുമേകുന്ന പങ്കാളികളായി കുടുംബജീവിതം നയിക്കുവാൻ ഇവരെ സഹായിക്കണമേ. വിമോചക അഭയമായി പ്രകാശ
It's a night we're forever young. Through the pain and the heartaches, there's still love for everyone. There's still love for everyone. Hey, would you believe me if I said we are here for a reason now? This is our life, this is what counts, this is for us. I will go anywhere for you. I will go anywhere for you. I will go anywhere for you. Heaven knows you're a dreamer. Don't hide it from anyone. Don't hide it from anyone. Never doubt what you're made of. There's a hero in everyone. There's a hero in everyone. Hey, would you believe me if I said we are here for a reason now? This is our life, this is what counts, this is for us. I will go anywhere for you. I will go anywhere for you. Yeah. I will go anywhere for you. I will go anywhere for you. Hold on tonight for us. I will go anywhere for you. I will go anywhere for you. An empty street. ബിൻസിയുടെയും കല്യാണമാണ്. പരിശുദ്ധ അൽത്താരയിൽ അവർ രണ്ടുപേരും നമ്മുടെ പ്രാർത്ഥനയ്ക്കൊപ്പം വന്ന് നിൽക്കുകയും അവരെ അൽത്താരയിലേക്ക് സമർപ്പിച്ച ഒരു പ്രിയപ്പെട്ട മാതാപിതാക്കളെ പ്രത്യേകിച്ച് നമ്മളോട് സ്മരിക്കും. ഒരു കേടും കൂടാതെയാണ് ഈ രണ്ട് മക്കളെയും ഒരു വളർത്തി അൽത്താരയിൽ സമർപ്പിച്ച് അവർ പിൻവാങ്ങുകയും. പ്രിയപ്പെട്ട മാതാപിതാക്കളെ നിങ്ങൾക്ക് നന്ദി. ഉത്തമവും പരിശുദ്ധവുമായ കല്യാണത്തിനായി ഈ മക്കളെ ഒരുക്കി സമർപ്പിച്ചു. ഈശോ കൂടെ ഉണ്ടായി എന്തെന്നും ജീവിക്കാൻ തക്കവണ്ണം ദീർഘായുസോടെ ജോജയും ബിൻസി ജീവിക്കാൻ പ്രാർത്ഥിച്ചു. ഒന്നിച്ച് ഉടമയോടെ ഈശോയും നല്ല കല്യാണത്തിൽ ധാരാളം മക്കൾക്ക് നിന്ന് നൽകാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടും നിങ്ങളെ കല്യാണത്തിന് സ്വാഗതം ചെയ്യുന്നു. നിങ്ങളെല്ലാവരെയും എണ്ണപ്പാറ കുടുംബത്തിലേക്ക് ഞാൻ പ്രത്യേകിച്ചും പ്രാർത്ഥനയോടെ സ്വാഗതം ചെയ്യുന്നു. പരത്തടിയിൽ പ്രത്യേകിച്ച് എല്ലാവരെയും പ്രിയപ്പെട്ട സന്നിശ്വസനാണ് എന്നിവരെ കെട്ടിക്കുന്നു. പ്രിയപ്പെട്ട നെച്ചനും വിനോദച്ചനും കൂടെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നമുക്കൊന്നിച്ച് ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇവർക്ക് വേണ്ടി
വേണ്ടി പാടി പ്രാർത്ഥിക്കുന്ന ഗായക സംഘത്തെയും എല്ലാ വിശ്വാസ കൂട്ടായ്മയും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഭക്തിപൂർവ്വം ഈ മക്കളെ കർത്താവിൽ സമർപ്പിച്ചുകൊണ്ട് കല്യാണത്തിനായി ഒരുക്കാം വേണ്ടി പ്രാർത്ഥിക്കാം. ആമേൻ.
ഞങ്ങളുടെ കർത്താവായ ദൈവമേ, വാർത്താൽ ഹൃദയത്തിൽ ജീവിക്കുവാൻ ഈ ദാസരെ എന്ന് വിളിച്ചുവല്ലോ. സ്വർഗീയവരങ്ങളാൽ വധൂവരന്മാരെ സമ്പന്നരാക്കുകയും അങ്ങയുടെ കൽപ്പനകൾ പാലിച്ച് മാതൃകാപരമായി ജീവിക്കുന്ന കുടുംബത്തിന് രൂപം നൽകുവാൻ ഇവരെ സഹായിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ മഹത്വത്തിന് മനുഷ്യകുലത്തിന് നന്മയ്ക്കും വേണ്ടി ഈ കൂദാശയോഗ്യതയോടെ പരികരണം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. എന്റെ പുത്രിയെ ശ്രദ്ധിച്ചു കേൾക്കുക. നിന്റെ ജനത്തെയും പിതൃഗ്രഹത്തെയും നീ മറന്നു കളയുക. ഞങ്ങളുടെ രക്ഷകന്റെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവത്തിന്റെ സ്നേഹം മൂലം നിന്നെ തന്റെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. രാജപുത്രിയുടെ മാന്ത്രികമാകുന്നു, അവളുടെ മേലങ്ങി പൊന്നുപതിഞ്ഞതാകുന്നു. വിലയേറിയ കാഴ്ചകളുമായി രാജാവിനെ അവൾ സന്ദർശിക്കും. തോഴികളായ കന്യകമാർ അവളെ അനുഗമിക്കും. അവർ ഉല്ലാസഭരിതരായി രാജകൊട്ടാരത്തിൽ പ്രവേശിക്കും. എല്ലാ തലമുറകളും അവിടുത്തെ നാമം അനുസ്മരിക്കും. നിന്റെ ഭാര്യ നിന്റെ ഭവനത്തിൽ വിളഞ്ഞു കിടക്കുന്ന മുന്തിരിവള്ളിയാകും. നിന്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും സൈത്തമുളകൾ പോലെ ആയിരിക്കും. കർത്താവിനെ ഭയപ്പെടുന്നവരെല്ലാം ഇപ്രകാരം അനുഗ്രഹീതരാകും. ജീവിതത്തിന്റെ ഓരോ ദിവസവും കർത്താവ് സൈന്യത്തിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ഞങ്ങളുടെ രക്ഷകന്റെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവത്തിന്റെ സ്നേഹം മൂലം നിന്നെ തന്നെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതെന്നാൽ കൃത്യത്തെ പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു മുടിച്ചോട് നിൽക്കുന്ന സഭയെ ഞങ്ങളങ്ങേ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിന്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരം നടക്കുകയില്ല എന്നവരുടെ ചിന്തിശിഖ നമുക്ക് നാഗദീപമായിരിക്കട്ടെ. സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവരും ആത്മാക്കളെ രക്ഷിക്കുന്നവരും ജീവനെ നിത്യം പരിപാലിക്കുന്നവരുമാകുന്നു. ഞങ്ങൾ എപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും. പാടിടും സർവ്വ
പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുതിരനും ബലവാനും അമർത്തനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോൾ ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. സഹോദരനെ ഭാര്യമാരെ, നിങ്ങൾ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കും. വചനം അനുസരിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വാക്കുകൊണ്ടല്ല പെരുമാറ്റം കൊണ്ട് വിശ്വാസത്തിലേക്ക് ആനയിക്കാൻ ഭാര്യമാർക്ക് കഴിയും. അവർ നിങ്ങളുടെ ആദരപൂർവകവും നിഷ്കളങ്കവുമായ പെരുമാറ്റം കാണുന്നത് മൂലമാണ് ഇത് സാധ്യമാവുക. ബാഹ്യമോണികളായ പിന്നിയ മുടിയോ സ്വർണ്ണാഭരണമോ വിശേഷവസ്ത്രങ്ങളോ അല്ല നിങ്ങളുടെ അലങ്കാരം. പിന്നെയോ ദൈവസന്നിധിയിൽ വിശിഷ്ടമായ സൗമ്യവും ശാന്തവുമായ ആത്മാവാകുന്ന അനശ്വരത്വം അണിഞ്ഞ ആന്തരിക വ്യക്തിത്വമാണ്. ദൈവത്തിൽ പ്രത്യാശ വെച്ചിരുന്ന വിശുദ്ധ സ്ത്രീകൾ മുമ്പ് ഇപ്രകാരം തന്നെ അലങ്കരിക്കുകയും തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുകയും ചെയ്തിട്ടുണ്ട്. സാറ അബ്രാഹത്തെ നാഥ എന്ന് വിളിച്ചുകൊണ്ട് അനുസരിച്ചിരുന്നല്ലോ. നന്മ ചെയ്യുകയും ഒന്നിനെയും ഭയപ്പെടാതിരിക്കുകയും ചെയ്താൽ നിങ്ങൾ അവരുടെ മക്കളാണ്. ഇങ്ങനെ തന്നെ ഭർത്താക്കന്മാരെ നിങ്ങൾ വിവേകത്തോടെ നിങ്ങളുടെ ഭാര്യമാരോട് ജീവിക്കും. സ്ത്രീ ബലഹീനമാത്രമാണെങ്കിലും ജീവദായകമായ കൃപയ്ക്ക് തുല്യ അവകാശിനി എന്ന നിലയിൽ അവളോട് ബഹുമാനം കാണിക്കും. ഇത് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് തടസ്സമുണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ്. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധമായി അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. ഫരിസേയർ അടുത്ത് ചെന്ന് അവനെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചു, ഏതെങ്കിലും കാരണത്താൽ ഒരുവൻ ഭാര്യയെ ഉപേക്ഷിക്കുന്നത് നിയമാനുസൃതമാണോ? അവൻ മറുപടി പറഞ്ഞു, സ്രഷ്ടാവ് ആദ്യം മുതലേ അവരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചുവെന്ന്, ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേർന്നിരിക്കും, അവർ ഇരുവരും ഏകശരീരമായി തീരുമെന്ന് അവിടുന്ന് അരുളി ചെയ്തിട്ടുണ്ടെന്നും നിങ്ങൾ വായിച്ചിട്ടില്ലേ? തന്മൂലം പിന്നീട് ഒരിക്കലും അവർ രണ്ടെല്ലാം ഒറ്റ ശരീരമായിരിക്കും. ആകയാൽ ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. അവർ അവനോട് ചോദിച്ചു, അങ്ങനെയെങ്കിൽ ഉപേക്ഷാപത്രം നൽകി ഭാര്യയെ ഉപേക്ഷിക്കാമെന്ന് മോശ വിധിച്ചത് എന്തുകൊണ്ട്? അവൻ പറഞ്ഞു,
നിങ്ങളുടെ ഹൃദയകാഠിന്യ നിമിത്തമാണ് ഭാര്യയെ ഉപേക്ഷിക്കുവാൻ മോശ നിങ്ങൾക്ക് അനുമതി നൽകിയത്. ആദ്യം മുതലേ അങ്ങനെ ആയിരുന്നില്ല. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, പരസംഗം മൂലമല്ലാതെ മറ്റേതെങ്കിലും കാരണത്താൽ ഭാര്യയെ ഉപേക്ഷിച്ച് മറ്റൊരുവളെ വിവാഹം ചെയ്യുന്നവൻ വ്യഭിചാരം ചെയ്യുന്നു. ശിഷ്യന്മാർ അവനോട് പറഞ്ഞു, ഭാര്യാഭർത്തൃബന്ധം ഇത്തരത്തിലുള്ളതാണെങ്കിൽ വിവാഹം ചെയ്യാതിരിക്കുന്നതാണല്ലോ ഭേദം. അവൻ പറഞ്ഞു, കൃപ ലഭിച്ചവരല്ലാതെ മറ്റാരും ഈ ഉപദേശം ഗ്രഹിക്കുന്നില്ല. നമ്മുടെ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രധാന ശ്രദ്ധാകേന്ദ്രങ്ങളായ റോബർട്ട് കിൻസി, ഇവരുടെ മാതാപിതാക്കളെ, സുഹൃത്തുക്കളെ, കുടുംബാംഗങ്ങളെ, റോബർട്ടും ബിൻസിയും ഇന്ന് കർത്താവിൻ്റെ അൾത്താരയിൽ മുമ്പിൽ വെച്ച് തിരുവചനം സാക്ഷിയാക്കി തങ്ങളുടെ ഒരു പുതിയ ജീവിതം ആരംഭിക്കാൻ വേണ്ടി ഒരുങ്ങുകയാണ്. ബിൻസിയും റോബർട്ടും ഒന്ന് പുറകോട്ട് തിരിഞ്ഞു നോക്കിക്കുക. ഒരു പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ ഒത്തിരി ആൾക്കാരെയൊക്കെ പ്രതീക്ഷിച്ച് സ്വപ്നം കണ്ട് ജീവിച്ചവരാണ്. പക്ഷെ ഇന്ന് പുറകോട്ട് നോക്കുമ്പോൾ നിയന്ത്രിതമായ ആളുകളുടെ സാന്നിധ്യത്തിൽ ആയിരിക്കുമ്പോൾ ഒരുപക്ഷെ അവരുടെ മനസ്സിലും ഹൃദയത്തിലുമൊക്കെ ഒരു വിഷമവും വേദനയൊക്കെ ഉണ്ടാകും. പക്ഷേ അതിലുപരിയായിട്ട് ദൈവത്തിൻ്റെ പ്ലാനിനോടും പദ്ധതിയോടും സഹകരിച്ചുകൊണ്ട് ഇന്നൊരു വലിയ ഉത്തരവാദിത്വം, ദൗത്യം ഏറ്റെടുക്കാൻ ഒരുങ്ങുകയാണ്. റോബർട്ടിനെ ഞാൻ ഇന്നലെയാണ് പരിചയപ്പെടുന്നത്. ബിൻസിയെ 2-3 വർഷം മുമ്പ് മംഗലാപുരത്ത് വെച്ച് പരിചയമുണ്ട്. ഞാൻ ഹോസ്പിറ്റലിൽ രോഗികളുമായിട്ട് കൗൺസിലിംഗ് പോയിക്കൊണ്ടിരുന്നപ്പോൾ അവിടെ വെച്ച് പരിചയപ്പെടാനും അതോടൊപ്പം തന്നെ എൻ്റെ കുടുംബാംഗങ്ങൾ ആശുപത്രിയിലായിരുന്നപ്പോൾ സഹായിക്കാൻ, ഡോക്ടറെ കാണുവാനൊക്കെ ഒത്തിരി സഹായിച്ചിട്ടുള്ള വ്യക്തി. അപ്പോൾ ആ മനസ്സിൻ്റെ നന്മയും ഹൃദയത്തിൻ്റെ വിശാലതയും ഒക്കെ ഞാൻ തിരിച്ചറിയുകയാണ്. അപ്പോൾ റോബർട്ടിനെ സംബന്ധിച്ചിടത്തോളം നേഴ്സായ ബിൻസി ഒത്തിരിയേറെ അനുഗ്രഹമാണ് എന്ന് ഈ സമയം ഓർമ്മിപ്പിക്കുക. അതോടൊപ്പം തന്നെ തിരിച്ചും അങ്ങനെ തന്നെ ആകും എന്നുള്ള വലിയ ഉറപ്പിന്മേലാണ് ഇന്ന് ഇവർ രണ്ടുപേരും ഈ ദേവാലയത്തിൽ വെച്ച് ഒരു പുതിയ ജീവിതം തിരഞ്ഞെടുക്കുവാനായിട്ട് പോകുന്നത്. ഇവർക്ക് രണ്ടുപേർക്ക് ഇന്നത്തെ ദിവസത്തിൻ്റെ എല്ലാ ഭാവങ്ങളും പ്രാർത്ഥനകളും നന്മകളും ഏറ്റവും സ്നേഹപൂർവ്വം ആദ്യമേ തന്നെ ആശംസിക്കുകയാണ്. ഒരുപക്ഷെ ഈ വിവാഹ ദിനത്തിനു വേണ്ടി ഒത്തിരിയേറെ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ഒരുങ്ങി വന്നവരാണ് നിങ്ങൾ. വിവാഹത്തിന് ഒരുക്കമായുള്ള കോഴ്സുകൾ ഒരുപക്ഷെ നിങ്ങൾ കൂടിയിരിക്കാം. അപ്പോൾ എത്രമാത്രം ഇതിൻ്റെ പിന്നിലെ ഈ ഒരു ദിവസത്തിന് വേണ്ടി കാത്തിരുന്ന് ഒരുങ്ങിയവർ. ഞാൻ നിങ്ങളോട് പുറകോട്ട് നോക്കാൻ പറഞ്ഞു, മറ്റൊന്നിനും വേണ്ടിയല്ല. കുറേ വിവാഹ ജീവിതം ജീവിച്ച് വിജയിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തിത്വങ്ങളെ നോക്കിക്കാണുവാനാണ് ഞാൻ പുറകോട്ട് തിരിഞ്ഞ് നോക്കാൻ പറഞ്ഞത്. നമ്മുടെ മാതാപിതാക്കന്മാരിലേക്ക് നോക്കുമ്പോൾ ഞാൻ ഒരു പക്ഷേ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് നോക്കി ചിന്തിക്കാറുണ്ട്, എന്തുകൊണ്ട് വിവാഹമോചനങ്ങൾ ഇത്രയധികമായിട്ട് വർദ്ധിക്കുന്നുവെന്ന്. അവരുടെയൊക്കെ പ്രാർത്ഥനകളും ത്യാഗങ്ങളും നന്മകളും ഒക്കെ എത്രയോ വലുതായിരുന്നു എന്ന് തിരിച്ചറിയുവാനായിട്ട് സാധിക്കുകയാണ്. അപ്പോൾ അവരുടെ ത്യാഗങ്ങളോട്, അവരുടെ സഹനത്തോട്, അവരുടെ വേദനകളോട്, അവരുടെ സമർപ്പണത്തോട് വിവാഹം എന്ന ഉദാസ അത് ജീവിതാവസാനം വരെ, മരണം വരെ നിലനിൽക്കുന്നതാണെന്നുള്ള ബോധ്യത്തോടുകൂടി അവർ ജീവിക്കാനായിട്ട് തീരുമാനിച്ചത് കർത്താവിനോട് ചേർന്നുകൊണ്ട്. അതുകൊണ്ടാണ് അവർക്ക് ഇന്നും ജീവിതത്തിൽ വിജയിക്കാനായിട്ട് സാധിക്കുന്നത്. സ്നേഹമുള്ള റോബർട്ട് ബിൻസി, നിങ്ങളുടെ ജീവിതത്തിൽ
ഇവരുടെ മാതൃകകൾ, ഇവരുടെ ജീവിതങ്ങൾ എപ്പോഴും ശക്തിയായിട്ട് ബലമായിട്ടുണ്ടാകണം. ജീവിതത്തിന്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ, ജീവിതത്തിന്റെ അസ്വസ്ഥതകളിൽ ഒക്കെ അവരുടെ മാതൃകകളായിരിക്കണം നിങ്ങളെ മുന്നോട്ട് നയിക്കേണ്ടത്. പരസ്പര സ്നേഹത്തിൻ്റെയും വിശ്വസ്തതയുടെയും പങ്കുവയ്പ്പിൻ്റെയും ഒക്കെ വേദികളായിട്ട് നിങ്ങൾ കുടുംബം മാറുമ്പോൾ, ജീവിതം മാറുമ്പോൾ അത് ഒരു അൾത്താരയുടെ അനുഭവം നിങ്ങൾക്ക് പകർന്നു തരും. ഒരുപക്ഷെ വിവാഹം കഴിച്ചു കഴിയുമ്പോഴായിരിക്കും വിവാഹ ജീവിതം ഇത്ര വലിയ ബുദ്ധിമുട്ടേറിയ ഒന്നാണ് എന്ന് തിരിച്ചറിയാൻ പലർക്കും സാധിക്കും. അതുകൊണ്ടാണ് വിവാഹമോചനമൊക്കെ സംഭവിക്കുക. വിവാഹത്തിന്റെ മാധുര്യവും ഇത്ര വലുതാണ് എന്ന് തിരിച്ചറിയാൻ സാധിക്കുന്ന ഒരനുഭവം നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകണം. പലപ്പോഴും അതിനുശേഷം ഇത് ഇത്രമാത്രം ത്യാഗമേറിയ, ഇത്രമാത്രം സഹനമേറിയ ഒന്നാണ് എന്ന് തിരിച്ചറിയുമ്പോൾ ഒരുപക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ അസ്വസ്ഥതകൾ കടന്നു വരാനായിട്ട് ഇടയാകും. അപ്പോൾ വിവാഹത്തിന് മുമ്പ് തന്നെ വിവാഹത്തിന് ശേഷം പാലിക്കേണ്ട നിയമങ്ങൾ, ചട്ടങ്ങൾ, അതുപോലെ തന്നെ മൂല്യങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ കോറിയിടണം. ദൈവവചനത്തിൽ ഇതെല്ലാം പറഞ്ഞു വച്ചിട്ടുണ്ട്. എപ്രകാരം നിങ്ങളുടെ വിവാഹ ജീവിതം, കുടുംബജീവിതം മുന്നോട്ട് നീങ്ങണമെന്ന്. അത് അഹങ്കുരം തെറ്റുകൂടാതെ പാലിച്ച് ജീവിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഉദ്ദേശം നിങ്ങളിലൂടെ പൂർത്തിയാകും. ദൈവത്തിൻ്റെ ഉദ്ദേശം നിങ്ങളിലൂടെ പൂർത്തിയാകും. ഇതേ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു കേട്ടു. മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം 4 മുതലുള്ള തിരുവചനങ്ങൾ നമ്മൾ വായിച്ചു കേട്ടത്. ഒരു വലിയ സത്യമാണ് ഇവിടെ മത്തായി ശ്ലീഹ നമ്മളെ ഓർമ്മപ്പെടുത്തുക. ഇതൊക്കെ ജീവിതത്തിൽ അർത്ഥമാകണമെങ്കിൽ, ജീവിതത്തിൽ ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ, ഇത് ജീവിതത്തിൽ മരണം വരെ നിലനിൽക്കാൻ അത് അർത്ഥപൂർണമായി തീരണമെങ്കിൽ 3 പ്രോസസ്സിലൂടെ, പ്രക്രിയയിലൂടെ നിങ്ങൾ കടന്നു പോകണം. ഒന്നാമതായിട്ട് ഞാൻ പറയുക, ലീവിങ്, വേർപെടുത്തുക. എന്താ വേർപെടുത്തേണ്ടത്? അപ്പനെയും അമ്മയെയും ഒക്കെ വിട്ട് വേർപെടുത്തപ്പെടുകയാണ് നിങ്ങൾ. സ്വാർത്ഥത നിറഞ്ഞ ജീവിതത്തിൽ നിന്ന് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. ചുമതലകളെല്ലാം നിങ്ങൾ ഏറ്റെടുക്കുകയാണ്. മാതാപിതാക്കള് അവരെയെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട്, ലീവ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഉത്തരവാദിത്വം നിർവഹിക്കാനായിട്ട് പരിശ്രമിക്കുകയാണ്. മാതാപിതാക്കളിൽ നിന്ന് മാറി ഭാര്യയോട്, ഭർത്താവിനോട് ചേരുകയാണ്. അപ്പോൾ ഇൻറ്റിമേറ്റ്, വ്യക്തിപരമായ ഒരു ബന്ധം നിങ്ങളുടെ ജീവിതത്തിൽ പൂർത്തീകരിക്കാനായിട്ട് ഇടയാവുകയാണ്. മാതാപിതാക്കളുടെ ഒരുപക്ഷേ ഇന്ന് കുടുംബ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരുപക്ഷെ മാതാപിതാക്കളുടെ അമിതമായ ഇടപെടലുകൾ പലപ്പോഴും കുടുംബജീവിതത്തിൻ്റെ അടിത്തറ തന്നെ ഇളക്കുന്നതായിട്ട് കാണുന്നുണ്ട്. കൗൺസിലിംഗ് വേദികളിലൊക്കെ കടന്നു വരുമ്പോൾ ഇപ്രകാരമുള്ള ജീവിതം നഷ്ടപ്പെട്ട, കുടുംബത്തിൻ്റെ ഭദ്രത നഷ്ടപ്പെടുന്ന അവസരങ്ങൾ മാതാപിതാക്കൾ അവർ അനുഗ്രഹമാകേണ്ടതിന് പകരം അവരുടെ അടിത്തറ തന്നെ ഇളക്കാനായിട്ട്, അവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി അവരുടെ മക്കളുടെ കുടുംബജീവിതം വിജയിക്കാനായിട്ട് ഇടയാകത്തക്ക വിധമുള്ള ഇടപെടലുകൾ, അതിനെ ഒരുപക്ഷേ ഈ ഒന്നുചേരലിലൂടെ, വേർപെടുത്തപ്പെടുന്നതിലൂടെ നിങ്ങൾ ഒന്നുചേരുന്ന ചില കടമകൾ, ഉത്തരവാദിത്തങ്ങൾ നിങ്ങൾ ഏറ്റെടുക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ മാതാപിതാക്കളോട് ചേർന്ന് നിന്ന ഒരു ജീവിതം ഉണ്ടായിരുന്നു. ഒരുപക്ഷെ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം അവരോട് നിങ്ങൾ പറയുമായിരുന്നു. പക്ഷേ വിവാഹ ജീവിതത്തിലൂടെ നിങ്ങൾ പരസ്പരമാണ് കാര്യങ്ങൾ ഷെയർ ചെയ്യേണ്ടത്. മാതാപിതാക്കളോടല്ല ഭാര്യ ഭർത്താവിൻ്റെയും, ഭർത്താവ് ഭാര്യയുടെയും കുറ്റങ്ങൾ പറയേണ്ടത്. മറിച്ച് നിങ്ങൾ പരസ്പരം പങ്കുവെച്ചുകൊണ്ട് ആ പ്രശ്നങ്ങളെ പരിഹരിക്കാനായിട്ട് സാധിക്കുമ്പോഴാണ് നിങ്ങളുടെ ജീവിതം വിജയപൂർണ്ണമാവുക. ഒരുപക്ഷെ ഭാര്യ മാതാപിതാക്കളോട് ഭർത്താവിൻ്റെ കുറ്റം പറയുമ്പോൾ അവിടെ മാതാപിതാക്കൾ അത് ഏറ്റെടുക്കുകയും ജീവിതത്തിൽ പ്രശ്നങ്ങൾക്ക് കാരണമായി തീരുകയും ചെയ്യും. അപ്പോൾ നിങ്ങളുടെ ജീവിതം, നിങ്ങൾ പരസ്പരമുള്ള ഇൻറ്റിമസി നിങ്ങൾ കാത്തു സൂക്ഷിക്കാനായിട്ട് പരിശ്രമിക്കുക. നിങ്ങൾക്ക് ഒരു വിശ്വാസം ലഭിക്കണം. ഇനി മാതാപിതാക്കൾ അവർക്ക് ഒരു വിശ്വാസം പകർന്നു കൊടുക്കണം. അപ്പോൾ ഇനി അവർ എല്ലാം ചെയ്തുകൊള്ളുമെന്ന് അവർ വിശ്വസിക്കണം. അവരെ പൂർണ്ണമായിട്ട് അവരുടെ കുടുംബജീവിതത്തിൻ്റെ ഉത്തരവാദിത്തങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കണം. അവർ ജീവിതത്തെ വിജയിപ്പിക്കാനായിട്ട് ഇടയാകും. എന്ന് വെച്ച് മാതാപിതാക്കളുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെടുത്തണമെന്നല്ല, മറിച്ച്
ഊഷ്മളമാക്കി തീർക്കുകയാണ് അതിലൂടെ ആ ബന്ധങ്ങളെ നമ്മൾ ചെയ്യേണ്ടത്. ഒരു കുടുംബവും പൂർണ്ണമായ ഒരു കുടുംബമല്ല, മറിച്ച് അപാകതകളും കുറവുകളുമുള്ളത്. അതിനെയൊക്കെ എത്രമാത്രം പൂർണ്ണമാക്കി മാറ്റാൻ സാധിക്കുമെന്നാണ് നിങ്ങളുടെ കുടുംബജീവിതത്തിലൂടെ നിങ്ങൾ തെളിയിക്കേണ്ടത്. അതുകൊണ്ട് മാതാപിതാക്കളിൽ നിന്ന് പൂർണ്ണമായിട്ടും ഒരു മാനസികമായ ഒരകൽച്ച ഉണ്ടോ, അല്ലെങ്കിൽ അറ്റാച്ച്മെൻ്റ് ആണോ, എങ്ങനെയാണോ ഉള്ളത് എന്ന് നിങ്ങൾ തന്നെ കണ്ടുപിടിക്കാനായിട്ട് പരിശ്രമിക്കുകയും നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ പരസ്പരം ഷെയർ ചെയ്തുകൊണ്ട് കൂടുതൽ ഊഷ്മളമാക്കി നിങ്ങളുടെ ബന്ധങ്ങളെ മാറ്റുകയും ചെയ്യുക. അതിനായിട്ട് നല്ല മാർഗങ്ങൾ സ്വീകരിക്കുക. രണ്ടാമതായിട്ട് ഞാൻ പറയുക, ക്ലീവ്. You need to cleave. That means ഒന്നാകുക. നിങ്ങൾ ഒന്നായി തീരുക. ദൈവമാണ് നിങ്ങളെ യോജിച്ചത്. ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. ദൈവമായുള്ള ബന്ധം വളർത്തി ഈ കൂട്ടിച്ചേർത്ത ബന്ധം വിജയകരമാക്കി തീർക്കാൻ നിങ്ങൾ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കുടുംബം ഒരു ദേവാലയമാണ്. ദേവാലയമാകുമ്പോൾ അതിന് അടിത്തറ വേണം, അതിന് മൂലക്കല്ല് വേണം. ഒരു 7 അടിത്തറകളോട് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒന്നാമതായിട്ട്, നിങ്ങളുടെ ജീവിതത്തിൽ കുടുംബം ദേവാലയമായി തീരാൻ വേണ്ടി സ്വാതന്ത്ര്യം വേണം. പരസ്പരം പേടിച്ചിരിക്കുകയല്ല, മറിച്ച് സുഹൃത്തുക്കളെ പോലെ പങ്കുവയ്ക്കുന്ന, സ്നേഹിക്കുന്ന, സ്വാതന്ത്ര്യത്തോടുകൂടി ഇടപെടുന്ന ഒരു ജീവിതത്തിന് ഉടമയായി തീരുക. രണ്ടാമത്, സുരക്ഷിതത്വം. പണവും മേളവും ഒന്നുമല്ല, മറിച്ച് പരസ്പരം കുറ്റം പറയാതിരിക്കുക, പരസ്പരം സുരക്ഷിതരാണെന്ന് ഭാര്യ ഭർത്താവിനും ഭർത്താവ് ഭാര്യയ്ക്കും മനസ്സിലാക്കാനായിട്ട് സാധിക്കുക. വീണ്ടും സാമീപ്യം. ശാരീരിക സാമീപ്യവും വേണം, അതോടൊപ്പം തന്നെ മാനസികമായ സാമീപ്യവും വേണം, ഒപ്പം ആത്മീയ സാമീപ്യവും. പ്രകാരം 3 സാമീപ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണം. വീണ്ടും സംതൃപ്തി. നാലാമതായിട്ട് സംതൃപ്തി. ആത്മീയ പാപവും ചില കാര്യങ്ങളിൽ തൃപ്തി ഉണ്ടാവുകയല്ല, സംതൃപ്തിയില്ല. തൃപ്തി എല്ലായിടത്തും ഉണ്ടാവുക. പരസ്പരം സംതൃപ്തരായി തീരാനായിട്ട് സാധിക്കട്ടെ. വീണ്ടും സമർപ്പണം. ശാരീരിക സമർപ്പണം വേണം, സാമ്പത്തിക സമർപ്പണം വേണം, ഒപ്പം ആത്മീയ സമർപ്പണവും വേണം. വീണ്ടും 6ാമതായിട്ട് സമാധാനം വേണം. അമ്മായിയമ്മ, മരുമകൾ, അല്ലേ, അങ്ങനെയൊക്കെ ഒരു സമാധാനക്കേടുള്ള സാഹചര്യങ്ങളൊക്കെ നമ്മൾ കുടുംബങ്ങളെ കണ്ടിട്ടുണ്ട്. പക്ഷേ അതിനോട് ഉപരിയായിട്ട് നിങ്ങൾ പരസ്പരം സമാധാനം അനുഭവിക്കുന്നവരായി മാറുക. വീണ്ടും അവസാനമായി സ്നേഹത്തിൽ ഒന്നായി തീരുക. സ്നേഹം നിങ്ങൾ മനസ്സിൽ വെച്ച് നടന്നാൽ പോലെ അത് പ്രകടിപ്പിക്കുന്നു. അപ്പോൾ ഇന്ന് 7 അടിത്തറകൾ എല്ലാം സാധിക്കുകയാണ്. അപ്പോൾ 7 ചേർന്ന ദേവാലയത്തിന് അടിത്തറയായി നിങ്ങളുടെ കുടുംബം രൂപപ്പെടട്ടെ. സ്വാതന്ത്ര്യം, സുരക്ഷിതത്വം, സാമീപ്യം, സംതൃപ്തി, സമർപ്പണം, സമാധാനം, സ്നേഹം, ഇങ്ങനെയുള്ള 7 അടിത്തറകളോടുകൂടെ നിങ്ങളുടെ കുടുംബജീവിതം ഇന്ന് പണിയപ്പെടട്ടെ. ഞങ്ങളുടെ പ്രാർത്ഥനകൾ നിങ്ങൾക്ക് നേരിടും. ഇവിടെ കൂടിയിരിക്കുന്നവരെ, കുടുംബത്തിൽ ആയിരിക്കുന്നവരെ എല്ലാവരും നിങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളുടെ കുടുംബജീവിതം വിജയപൂർണ്ണമായി തീരട്ടെ. നല്ല ഒരു വിവാഹ ജീവിതം നിങ്ങൾക്ക് ആശംസിച്ചുകൊണ്ട് വികാരിച്ചിൻ്റെയും സനിഷിച്ചിൻ്റെയും വിനയിച്ചിൻ്റെയും എല്ലാവരുടെയും പേരിൽ നിങ്ങൾക്ക് പ്രാർത്ഥനകൾ നേർന്നുകൊണ്ട് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിവാഹത്തിൻ്റെ എല്ലാ മംഗളങ്ങളും ആശംസിക്കുന്നു. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഭക്തിയോടുകൂടെ വിവാഹം എന്ന കൂദാശ വഴി ബന്ധിതരാകുന്ന ഇവർക്ക് വേണ്ടി കർത്താവേ, ദമ്പതിമാരുടെ മേൽ കൃപയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. നിന്റെ മണവാട്ടിയായ സഭയ്ക്ക് വേണ്ടി സ്വജീവൻ അർപ്പിച്ച സ്വർഗീയ മണവാള, പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലും ത്യാഗപൂർണമായ ജീവിതം നയിക്കുവാൻ ദൈവവചനമാകുന്ന ആത്മീയ വിരുന്നിനായി സകലരെയും ക്ഷണിക്കുന്ന മിശിഹായ, നിന്റെ പ്രമാണങ്ങളനുസരിച്ച് മാതൃകാപരമായ കുടുംബജീവിതം നയിച്ച് സ്വർഗീയ വിരുന്നിൽ പങ്കുകാരാകുക. വിവാഹബന്ധത്തിന്റെ അഭേദ്യതയെപ്പറ്റി പഠിപ്പിച്ച മിശിഹായ, പരസ്പര വിശ്വസ്തയോടും ചാരിത്രശുദ്ധിയോടും കൂടി സന്തോഷപ്രദമായ ദാമ്പത്യ ജീവിതം നയിക്കുവാൻ കാനായിലെ കല്യാണ വിരുന്നിൽ വെച്ച് തന്റെ സാന്നിധ്യത്താൽ വധൂവരന്മാരെ അനുഗ്രഹിച്ച മിശിഹായ,
നിന്റെ സഹായത്തിൽ ആശ്രയിക്കും, ദിവ്യസാന്നിധ്യം അനുഭവിച്ചും പ്രാർത്ഥനാനിരതരായി ജീവിക്കുവാൻ. നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഇവരെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ ശാന്തിയും സമാധാനവും ഇവരിൽ നിറയ്ക്കുകയും അങ്ങയുടെ ദാസർക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന തികഞ്ഞെഴുതുവാൻ ഇവരെ അഭിലാക്കുകയും ചെയ്യണമേ. അങ്ങയുടെ സ്നേഹത്തിൽ ഇവരെ വളർത്തിയ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും തിരുക്കണ്ണങ്ങളിൽ പങ്കെടുക്കുന്ന ഞങ്ങളെവരെയും അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വര എന്നേക്കും. പ്രിയ സഹോദരരെ, വധൂവരന്മാർ വിവാഹമെന്ന കൂദാശയാൽ ബന്ധിതരാകാൻ പോകുന്നു. ഈ കൂദാശ യോഗ്യതയോടെ പരികർമ്മം ചെയ്യുന്നതിന് പുരോഹിതൻ തനിക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. നമുക്കെല്ലാവർക്കും ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ മൗനമായി പ്രാർത്ഥിക്കാം. ആദിയിൽ പുരുഷന്റെ ജീവിത സഖിയെ നൽകി ദൈവമേ, അങ്ങയുടെ അനന്ത പരിപാലനയെ ഞങ്ങൾ വാഴ്ത്തുന്നു. ഭാര്യാഭർത്താക്കന്മാരാകാൻ ആഗ്രഹിക്കുന്ന ഇവരെ സ്നേഹത്തിൽ ബന്ധിപ്പിക്കുന്ന ഈ കൂദാശ യോഗ്യതയോടെ പരികർമ്മം ചെയ്യുവാൻ അങ്ങയുടെ ഈ ദാസനെ ശക്തനാക്കണമേ. അങ്ങയുടെ കൃപാവരം ശക്തമായി ചൊരിയണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. സാക്ഷികൾ റോബർട്ട് മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി ത്രേസ്യാമയെ ഭാര്യയായി സ്വീകരിക്കുന്നതോ ത്രേസ്യാമ മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി റോബർട്ടിനെ നിന്റെ ഭർത്താവായി സ്വീകരിക്കുന്നവർ. നിങ്ങൾ ഈ വിവാഹ ഉടമ്പടിക്ക് സാക്ഷികളാണല്ലോ. നിങ്ങൾ തമ്മിലുള്ള ഈ ഉടമ്പടിയുടെ അടയാളമായി പരസ്പരം വലതുകരം ചേർത്ത് പിടിക്കുക. അബ്രാഹത്തിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തോടും മനസ്സിൻ്റെ ഐക്യത്തോടും കൂടി കുടുംബജീവിതം നയിക്കുവാൻ നമ്മുടെ കർത്താവായ ഈശോ മിശിഹ നിങ്ങളെ വിവാഹത്തിൽ ബന്ധിക്കുമാറാകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. കുരിശുമരണം വഴി തിരുസഭയെ വധുവായി സ്വീകരിച്ച കർത്താവെ, വിശ്വാസത്തിലും സ്നേഹത്തിലും വധുവരന്മാരെ ഒന്നിപ്പിക്കുന്ന ഈ താലി ദയാപൂർവം ആശീർവദിക്കണമേ. ഐക്യത്തിൻ്റെ പ്രതീകമായി താലി അഭേദ്യമായ സ്നേഹത്തിലും പൂർണ്ണമായ വിശ്വസ്തതയിലും ഇവരെ ബന്ധിക്കുമാറാകട്ടെ. ജീവിതത്തിൽ ഉണ്ടാകുന്ന ക്ലേശങ്ങൾ സന്തോഷപൂർവ്വം സഹിക്കുവാനും നിന്റെ ഇഷ്ടമനുസരിച്ച് പരിശുദ്ധരായി ജീവിക്കുവാനും ഇതിൽ മുദ്രിതമായിരിക്കുന്ന കുരിശ് ഇവർക്ക് ശക്തി നൽകട്ടെ. ഇത് ഇവരുടെ വിശ്വസ്തതയുടെ അടയാളമായിരിക്കുകയും ചെയ്യട്ടെ. കർത്താവായ ദൈവമേ, ദമ്പതിമാരുടെ സ്നേഹത്തിൻ്റെയും വിശ്വസ്തതയുടെയും അടയാളമായി ഇവ പരസ്പരം അണിയിക്കുന്ന ഈ മോതിരങ്ങൾ ആശീർവദിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. കൃപാവരത്തിൻ്റെ അനശ്വര വസ്ത്രത്താൽ മനുഷ്യാത്മാവിനെ അലങ്കരിക്കുന്ന കാരുണ്യവാനായ കർത്താവെ, ഈ മന്ദോടുകൂടി ആശീർവദിക്കണമേ. പൂർണ്ണമായ ആത്മസമർപ്പണവും പരസ്പര സ്നേഹവും വഴി നിന്നെ ധരിക്കുവാൻ ഈ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നിന്റെ മണവാട്ടിയായ പരിശുദ്ധ സഭയെ മഹത്വത്തിൻ്റെ വസ്ത്രം ധരിപ്പിച്ച കർത്താവെ, ലോകത്തിൽ നിഷ്കളങ്കരായി ജീവിച്ച് സ്വർഗത്തിൽ മഹത്വത്തിൻ്റെ വസ്ത്രമണിയുവാൻ ഇവരെ യോഗ്യരാക്കുകയും ചെയ്യണമേ. കരുണാവർഷം പൊഴിയുന്നു
മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശ്വസ്തയോടും കൂടെ ഏക മനസ്സോടെ ജീവിച്ചു കൊള്ളാമെന്ന് വിശുദ്ധ സുവിശേഷം സാക്ഷിയാക്കി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഈ വാഗ്ദാനമനുസരിച്ച് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിക്കട്ടെ. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആന്തരിക സൗന്ദര്യത്താലും പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളാലും അവിടുന്ന് നിങ്ങളെ സമ്പന്നരാക്കട്ടെ. തിരുസഭയുടെ ശിരസ്സായ മിശിഹായ എപ്പോഴും നിങ്ങളുടെ ഭരണകർത്താവും സംരക്ഷകനുമായിരിക്കട്ടെ. ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങളിലും അവിടുന്ന് നിങ്ങൾക്ക് തുണയായിരിക്കട്ടെ. മാനസികവും ശാരീരികവുമായ ആരോഗ്യവും ഭൗതികമായ സ്വസ്ഥതയും അവിടുന്ന് നിങ്ങളിൽ ചൊരിയട്ടെ. ദൈവം നിങ്ങൾക്ക് നൽകുന്ന മക്കളെ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നതിനും അവരെ വിശുദ്ധിയുടെ മാർഗത്തിൽ നയിക്കുന്നതിനും അവിടുന്ന് നിങ്ങളെ സഹായിക്കട്ടെ. അവിടുത്തേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ അവിടുന്ന് നിങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യട്ടെ. സ്തുത്യർക്കവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. നവവധൂവരന്മാരായ പ്രവർത്തനം ശിക്കും എല്ലാ ഭാവുകങ്ങളും ആശംസകളും നേരുകയാണ്. ഞാനും റോബർട്ടും ഒരുമിച്ച് പഠിച്ച് വളർന്നവരാണ്. കൊച്ചുനാൾ തൊട്ട് തന്നെ തുടങ്ങിയ സൗഹൃദം ഇന്നും കാത്തുസൂക്ഷിക്കുന്നു. ഒത്തിരി സ്നേഹത്തോടുകൂടി എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ചങ്ങാതിക്ക് ഒരു നല്ല കുടുംബജീവിതം നയിക്കുവാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥതയോടുകൂടി ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നിങ്ങളുടെ ജീവിതം തിരുക്കുടുംബം പോലെ പരസ്പര സ്നേഹത്തിൻ്റെയും പരസ്പരം മനസ്സിലാക്കലിൻ്റെയും ഒക്കെ ഏറ്റവും ശ്രേഷ്ഠമായ നല്ല മാതൃകമായി തീരട്ടെ. കൂടെയില്ലാത്ത അമ്മയെ ഒത്തിരി സ്നേഹത്തോടുകൂടി ഈ സമയം ഓർത്ത് തമ്പുരാനെ സമർപ്പിക്കുന്നു. എന്നെ വേദപാഠം പഠിപ്പിച്ച് നമ്മുടെ പ്രിയപ്പെട്ട സാറിനെ പ്രത്യേകമായിട്ട് ഓർക്കുന്ന ഈ കുടുംബത്തോടുള്ള ബന്ധം എന്നും കാത്തുസൂക്ഷിക്കുവാൻ വേണ്ടിയിട്ട് സാധിക്കട്ടെ. ഒത്തിരി നന്മ നേർന്നുകൊണ്ട് സമാപന പ്രാർത്ഥനകളിൽ ആശീർവാദത്തിൽ പങ്കുചേരുന്നു. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ദമ്പതിമാരുടെ മേൽ അങ്ങയുടെ കാരുണ്യത്തിന് വലം കൈ നീട്ടണമേ. അങ്ങയുടെ സംരക്ഷണത്തിന്റെ തണലിൽ ഇവരെ കാത്തുകൊള്ളണമേ. അബ്രാഹത്തെയും സാറായെയും അനുഗ്രഹിച്ച ദൈവമേ, അഭേദ്യമായ ഐക്യത്തിൽ ഇവരെ ഒന്നിപ്പിച്ച പരിപാലനത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും കർത്താവേ ആശീർവദിക്കണമേ. കർത്താവായ മിശിഹായെ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും തിരുകുടുംബത്തിലെ നായകനായ മാറിയാസേപ്പിന്റെയും മാധ്യസ്ഥം ഇവരുടെ കുടുംബജീവിതത്തെ ഐശ്വര്യപൂർണ്ണമാക്കട്ടെ. സകല വിശുദ്ധരുടെയും പ്രാർത്ഥന ഇവരെ സഹായിക്കുകയും ചെയ്യട്ടെ. സകലത്തിന്റെയും നാഥായ എന്നേക്കും അനന്തമായ സ്നേഹത്താൽ പുരുഷനും സ്ത്രീയുമായി മനുഷ്യനെ സൃഷ്ടിക്കുകയും സൃഷ്ടികർമ്മത്തിൽ അവരെ പങ്കുകാരാക്കുകയും ചെയ്ത കാരുണ്യവാനായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. വിവാഹമെന്ന കൂതാശയാൽ നിർമ്മലമായ സ്നേഹത്തിലും നിസ്വാർത്ഥമായ ആത്മാർപ്പണത്തിലും അവിടുന്ന് നിങ്ങളെ കാത്തുപരിപാലിക്കട്ടെ. മിശിഹായുടെ അവയവങ്ങളും പരിശുദ്ധാത്മാവിൻ്റെ ആലയങ്ങളുമായ
നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും പ്രീതികരവുമായി സജീവ ബലിയായി ദൈവത്തിന് സമർപ്പിക്കുവാൻ ഈ കൂദാശ നിങ്ങളെ ശക്തരാക്കട്ടെ. സന്താന സൗഭാഗ്യം നൽകി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയുടെ കൂട്ടായ്മയിൽ നിങ്ങളുടെ കുടുംബം അഭിവൃദ്ധി പ്രാപിക്കട്ടെ. നിങ്ങളുടെ ജീവിതം അവിടുന്ന് ശരിപൂർണ്ണമാക്കുകയും നിങ്ങളുടെ ആശയങ്ങളും പ്രതീക്ഷകളും അവിടുന്ന് സഫലമാക്കുകയും ചെയ്യട്ടെ. ആവശ്യ നേരത്ത് സഹായിക്കുവാൻ നിരവധി ആത്മാർത്ഥ സുഹൃത്തുക്കളെ ദൈവം നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ. സ്വർഗീയ മണവറയിൽ അവിടത്തേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും സമർപ്പിക്കുവാൻ നിങ്ങൾ യോഗ്യരാകട്ടെ. നവദമ്പതിമാരായ നിങ്ങളെയും ഈ തിരുക്കർമ്മത്തിൽ പങ്കുചേർന്ന എല്ലാവരെയും ദൈവം ആശീർവദിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. ആരും കാണാതെ ആരോടും ചൊല്ലാതെ എന്നുള്ളിൽ പൂവിട്ടൊരിഷ്ടം നീയേ. പോകും വഴിയെല്ലാം ചങ്ങാതിക്കാറ്റായി പിന്നാലെ ഞാനെന്നും കൂടുന്നില്ലേ. ചാരെ മൂടുന്ന സിന്ദൂരപ്പാവിന്റെ ഈണങ്ങൾ കാതോരം തേനാവുന്നേ. ഓരോ നിമിഷത്തിൽ നീ എന്ന സ്വപ്നത്തിൻ ആനന്ദത്തേരേറി പായുന്നെന്നോ കണ്ണേ കണ്ണേ. എന്നെക്കാളും ഇന്നെന്നുള്ളിൽ നീ നിറഞ്ഞേ ശ്വാസമേ. ഞാനൊഴുകും പാതയിലാ കാലടികൾ മാത്രമേ. ആരും കാണാതെ ആരോടും ചൊല്ലാതെ എന്നുള്ളിൽ പൂവിട്ടൊരിഷ്ടം നീയേ. പോകും വഴിയെല്ലാം ചങ്ങാതി കാറ്റായി പിന്നാലെ ഞാനൊന്നും കൂടുന്നില്ലേ. മൊഴിയോരോ മഴനൂലായി നനവെഴുതി നിറയവേ. പറയാതെ ഉയരാഴും ഇരുമനമും അറിയവേ. വെയിലേക്കും ഹിമമായി അതിരുരുകി അലിയവേ. അടരാനോ അരുതാതെ ഇരുചിറകുമണയവേ. കണ്ണീരിലോ കൈ ചേർത്തിടാൻ മായാനിഴൽ കൂട്ടാകുവാൻ. ഓരോ ദളം വാടാതെ ഞാൻ കാക്കാമിനി നീലാംബരൻ. നീയാകും എന്നും എൻ ലോകം തുണയായ ജീവനേ. ആരും കാണാതെ ആരോടും ചൊല്ലാതെ എന്നുള്ളിൽ പൂവിട്ടൊരിഷ്ടം നീയേ. പോകും വഴിയെല്ലാം ചങ്ങാതി കാറ്റായി പിന്നാലെ ഞാനെന്നും കൂടുന്നില്ലേ. ചാരെ മൂടുന്ന സിന്ദൂരപ്പാവിന്റെ ഈണങ്ങൾ കാതോരം തേനാവുന്നേ. ഓരോ നിമിഷത്തിൽ നീ എന്ന സ്വപ്നത്തിൽ ആനന്ദത്തേരേറി പായുന്നെന്നോ കണ്ണേ കണ്ണേ.
ദൂരെ ഒരു മഴവില്ലിന്നേഴാം വർണ്ണം പോൽ തൂവൽ കവിളിണയിൽ നിന്മായാലാവണ്യം ഇന്നിടവഴിയിൽ നിന്നോമൽ കാൽത്താളം നീയാം സ്വരജതിയിൽ ഈ മൗനം വാചാലം സാധ്യരാഗങ്ങളേറ്റുപാടുന്നു ഭൂമിയും വാനവും സാക്ഷിയായി ഭാവുകങ്ങളേകുന്നു ശ്യാമമേഘങ്ങളും പവിഴമഴയേ നീ പെയ്യുമോ ഇന്നിവളെ നീ മൂടുമോ വെൺപനിമതിവളിലെ മലരുളി അഴകിലെ നാളങ്ങളിൽ എൻ കനവുകൾ വിതറിയ താരകങ്ങളെ കാണുവാൻ കാത്തു ഞാൻ ദൂരെ ഒരു മഴവില്ലിന്നേഴാം വർണ്ണം പോൽ തൂവൽ കവിളിണയിൽ നിന്മായാലാവണ്യം ആരാരുമേ തേടാത്ത നിന്നുൾ നാമ്പു തേടി ആരാരുമേ കാണാത്തൊരാദാഹങ്ങൾ പുൽകി നീ പോകും ദൂരം നിഴലായി ഞാൻ വന്നിടാം തീരങ്ങൾ തേടി ചിറകേറിപ്പോയിടാം മധുരമൂറും ചിരിയാലെ നീ പ്രിയ സമ്മതം മൂളുമാ മനതാരിൻ അഴിനീക്കി നീ ഇണയാവാൻ പോരുമോ കാലമാകുന്ന തോണിയിൽ നമ്മൾ ഇന്നിതാ ചേരവേ തീലി നീർത്തുന്നൊരായിരം ജാലമെന്നിലിന്നാകവേ പവിഴമഴയേ നീ പെയ്യുമോ ഇന്നിവളെ നീ മൂടുമോ വെൺപനിമതിവളിലെ മലരൊളി അഴകിലെ നാളങ്ങളിൽ എൻ കനവുകൾ വിതറിയ താരകങ്ങളെ കാണുവാൻ കാത്തു ഞാൻ നാളിൽ പെണ്ണും പൊന്നും ചേരുന്ന കല്യാണമായി മലയോര നാടി തിളകും ജനമാകെ വന്നു നിറയും പള്ളിയിലെത്തും നാണക്കാരൻ തങ്കം പോലുള്ളോരാ പയ്യൻ മാലാക പെണ്ണെ നീയും വന്നാൽ പിന്നെ ആഘോഷമാ മലയോര നാടി തിളകും ജനമാകെ വന്നു നിറയും പള്ളിയിലെത്തും നാണക്കാരൻ തങ്കം പോലുള്ളോരാ പയ്യൻ മാലാക പെണ്ണെ നീയും വന്നാൽ പിന്നെ നാളിൽ പെണ്ണും പൊന്നും
എല്ലും കപ്പയുമുണ്ടല്ലോ. നാവിൽ കൊതിയേറും പാനിയും പഴവും ആവേശം. റാമലയിതാകയുണ്ട് വീടിൻ നിറമുറ്റത്ത്. അമ്മ മനമാശ പൂക്കും പൂവായി അരികോരത്ത്. ചേലൊരുങ്ങി വീടിനാകയോളമായ പെങ്ങന്മാരും രണ്ടാളും ഒന്നായി മാറി നെഞ്ചിൽ തഞ്ചും പാടുന്നു പ്രിയരാഗങ്ങൾ ചിരിമായാതെ നഗരം. തേടുന്നു പുതുതീരങ്ങൾ കൊതി തീരാതെ ഹൃദയം. കണ്ണെത്താ ദൂരത്തെ കൺചിമ്മും ദീപങ്ങൾ നാം കണ്ട സ്വപ്നങ്ങൾ പോ. ലൈലാകമേ പൂച്ചൂടുമോ വിടവാങ്ങുമീ രാത്രി തൻ വാതിലിൽ. ആകാശമേ ശിലാതലം മഴ പോൽ പുണർന്നു നിൻ ഓരോ മൗനങ്ങളും. പകലിൻ വരാന്തയിൽ വെയിലായി അലഞ്ഞിതാ തമ്മിൽ ചേരുന്നു നാം. തലോടുമിന്നലകൾ കുളിരോർമ തൻ വിരലാൽ തുടരുന്നു സഹയാത്രയിൽ. ലൈലാകമേ പൂച്ചൂടുമോ വിടവാങ്ങുമീ രാത്രി തൻ വാതിലിൽ. പാടുന്നു പ്രിയരാഗങ്ങൾ ചിരിമായാതെ നഗരം. തേടുന്നു പുതുതീരങ്ങൾ കൊതി തീരാതെ ഹൃദയം. കണ്ണെത്താ ദൂരത്തെ കൺചിമ്മും ദീപങ്ങൾ നാം കണ്ട സ്വപ്നങ്ങൾ പോ.
എന്താണീ മൗനം മായാനായി മാത്രം എന്താണ് 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 എന്താണീ മേഘം തോരാതെ പെയ്യാൻ എന്താണ് 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 നാം ഒന്നാകും ഈ രാവിൻ തീരത്ത് പൊൻതാരങ്ങൾ കൂടേറുന്നു ആരാരോ ആരാരോ ആലോലം പാടുന്നു ആകാശം നെഞ്ചിൽ ചായുന്നു
ചന്തുകളെല്ലാം മാർപ്പ് പിടിച്ച് കൂടണ കല്യാണം. मस्ताना लगता रे ओ रब्बा मेरे मस्त नैन दीवाना करता रे मन्नो सोनी रूप तेरा मस्ताना लगता रे ओ रब्बा मेरे मस्त नैन दीवाना करता रे सजनी दुल्हन तो प्यारी कितनी सलोनी रे तेरे बिन जीने लगता रे माही वे तू ना शर्माना रे अखिया तेरे ये क्यों कतराए रे ചേരും മാംഗല്യം
ജടയേറും താളം നാടൊന്നായി മൂളും ഗാനം താഴമ്പൂക്കൾ നീ ചൂടൂ തെന്നലേ मेरे संग जीना आजा सोनिए हाय ओ महिया आजा तेरा ये मन है पगला ये साजन हो जाना तू तेरे संगी है मणिमारा मंगल नीയും പോരില്ലേ മുല്ലപ്പൂവേ മംഗളവാദ്യം പഠിച്ചേരില്ലേ പലനാളായി പൊന്നേ നിന്നെ കാണുമ്പോഴെല്ലാം പറയാതെ നെഞ്ചിലൊളിച്ചില്ലേ നാളാണേ അവനെ കണ്ടാൽ കണിവച്ചതുപോലാണ് ओ महिया आजा तेरा ये मन है पगला ये साजन हो जाना तू तेरे संगी है मणिमारा मंगल नीയും പോരില്ലേ മുല്ലപ്പൂവേ മംഗളവാദ്യം പഠിച്ചേരില്ലേ ഇരുവണ്ണ നിന്നോ ചേരും മാംഗല്യം വേണിപ്പെണ്ണേ നിന്നോ വന്നോ ചോടും മാംഗല്യം നീയാണൻ മനം കവർന്നൊരെന്റെ പ്രേമ കാവ്യനായിക നക്ഷത്രം ചിന്നുന്ന തീരം തേടി ദേവഹംസത്തോണിയേറി നമ്മൾ പോകുമാഴിയേഴിനക്കരെ ആദ്യമായി കണ്ടതാണെൻ മനോരാജ്യം നീ വെറും നോക്കിനാൽ നിന്റേതാക്കി സുന്ദരി നിന്റെ ആ മന്ദഹാസങ്ങൾ മന്നവൻ എന്നെയും മാനായി മാറ്റി ദേവാംഗനേ വന്നു നീയൻ രാജാങ്കണം ധന്യമാക്കൂ പ്രേമം കൂട്ടും രാഗം പാടും മായാവീണമീട്ടു ഞാൻ വരുമ്പോൾ നീ തുറക്കൂ പ്രേമശില്പി തീർത്ത സ്വപ്നമാളിക ആദ്യമായി കണ്ടതാണെൻ മനോരാജ്യം നീ വെറും നോക്കിനാൽ നിന്റേതാക്കി സുന്ദരി നിന്റെ ആ മന്ദഹാസങ്ങൾ മന്നവൻ എന്നെയും മാനായി മാറ്റി ഞാനെന്നും കിനാവു കണ്ടൊരെന്റെ ധീരവീരനായക നീയാണൻ മനം കവർന്നൊരെന്റെ പ്രേമ കാവ്യനായിക തൂവെള്ളി നിന്നാമിനും എന്ന പോലെ നക്ഷത്രം ചിന്നുന്ന തീരം തേടി ദേവഹംസത്തോണിയേറി നമ്മൾ പോകുമാഴിയേഴിനക്കരെ ആദ്യമായി കണ്ടതാണെൻ മനോരാജ്യം
മന്ദഹാസങ്ങൾ വന്നവൻ എന്നെയും വാനായി മാറ്റി